on the axis of a circular current loop. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോവുക. അതായത് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ ബയോട്ട് സാവാർട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഒരു പ്രോബ്ലം ആണിത്. അതായത് ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊരു സർക്കുലർ കറണ്ട് ലൂപ്പാണ്. ഹാവിങ് റേഡിയസ് എ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് നമ്മൾ എടുക്കുക. അതിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിച്ചപ്പോൾ ഏത് ഡയറക്ഷനാണ്? ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണ് പി. സെൻറ്ററിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റാണ് പി. ഈ പിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ്, ഈ സർക്കുലർ കോയിൽ മൂലം പിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ ലൂപ്പിനെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ എലമെൻറ്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ലൂപ്പിനെ നമുക്ക് ചെറിയ DL ലെങ്ത് ഉള്ള ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്മാൾ എലമെൻ്റ് ആണ് സിയിലുള്ളതെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ സിയിൽ DL ലെങ്ത് ഉള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ആ DL എലമെൻ്റ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ആയിട്ടാണ്? സിയിലെ DLൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് ടാൻജൻറ്റുമായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ സിയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് ഹാവിങ് റേഡിയസ് എ, അതിൻ്റെ സെൻറ്റർ O ആണ്. സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണ് പി. നമ്മൾ പറഞ്ഞത് ഈ സർക്കുലർ ലൂപ്പ് മൂലം പിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിനായിട്ട് പിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. DL ലെങ്ത് ഉള്ള സ്മാൾ എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ എലമെൻറ്റിൽ ഒരു എലമെൻറ്റ് നമ്മൾ സിയിൽ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ സിയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്മാൾ എലമെൻറ്റ് മൂലമുള്ള പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ബയോട്ട് സാവാർട്ട് ലോ വെച്ച് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? dB = μ0/4π IDL sin θ/r². അപ്പോൾ ഇവിടുത്തെ തീറ്റ എത്രയാണെന്ന് അറിയണം. അപ്പോൾ നോക്കിക്കുക, DL എന്ന് പറയുന്നത് ഈ ഡയറക്ഷനല്ലേ, R എന്ന് പറയുന്നത് എങ്ങനെ? ഇതാണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഈ വരുന്ന ആംഗിൾ എങ്ങനെ വരും? 90 ഡിഗ്രി വരും. അപ്പോൾ തീറ്റ ഇവിടെ എത്രയാണ്? ഈ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ തീറ്റ നമുക്ക് എത്ര എടുക്കാം? 90 എടുക്കാം. അപ്പോൾ DBയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? dB = μ0/4π IDL sin 90/r² അല്ലെങ്കിൽ μ0/4π IDL /r². ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ DL × R കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൂവിങ് ഫസ്റ്റ് വെക്റ്റർ ടുവാർഡ്സ് ദി സെക്കൻഡ് വെക്റ്റർ. ഫസ്റ്റ് വെക്റ്ററിനെ സെക്കൻഡ് വെക്റ്ററിന്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നാണ് പറഞ്ഞത്? നമ്മളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോർഡാണ്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോർഡ് നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഔട്ട് ഓഫ് ദ ബോർഡാണ് ഈ ഡയറക്ഷന്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതായത് ഔട്ട് ഓഫ് ദ ബോർഡാണ്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. ഈ രണ്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ അല്ലയോ. അപ്പോൾ ഇതാണ് DBയുടെ ഡയറക്ഷൻ. അപ്പോൾ അത് കറക്റ്റ് പെർപെൻഡിക്കുലർ അല്ല. ഇവിടെ ഇതെന്താണ്? ഈ നമ്മളിവിടെ ഒരു നോർമൽ വരയ്ക്കുകയാണെങ്കിൽ അതുമായിട്ടൊരു പർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലയോ. നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ φ ആണെങ്കിൽ ഇതും φ ആയിരിക്കും. കാരണം നമുക്കിവിടെ ടോട്ടൽ 180 കിട്ടണമെങ്കിൽ ഇതും φ ആയിരിക്കണം. ഇതെന്ന് പറയുന്നത് 90 - φ, ഇത് φ, ഇത് 90 - φ. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ DL ഫസ്റ്റ് വെക്ടറിനെ R വെക്ടറിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ ബോർഡ്. ഔട്ട് ഓഫ് ദ ബോർഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചേക്കുന്നത്. അപ്പോൾ DB എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു നോർമൽ വരയ്ക്കണേ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. φ ഉള്ള കമ്പോണൻറ്റിനെ എന്തെന്ന് പറയാം? DB cos φ എന്നും, φ ഇല്ലാത്ത കമ്പോണൻറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? DB sin φ എന്നും പറയാം. ഇതിപ്പം നമ്മുടെ Y ആക്സിസും ഇത് Z ആക്സിസും ആണെന്ന് വിചാരിക്കുക ആണല്ലോ. അപ്പോൾ DB എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. φ ഉള്ള കമ്പോണൻറ്റ് DB cos φ, അല്ലാത്ത കമ്പോണൻറ്റ് എന്താണ്? DB sin φ. ഇതേപോലെ തന്നെ നമുക്ക് സിക്ക് നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു എലമെന്റ് എടുത്തുകൂടായോ? ഡിയിൽ എടുക്കാമല്ലോ. അപ്പോൾ ഈ ഇവിടെ ഒരു മറ്റൊരു എലമെന്റ് ഉണ്ട്
DL ലെങ്ത് ഉള്ള മറ്റൊരു എലമെന്റ് നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോട്ട് സാവാർട്ട് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, μ0/4π ഐഡിയൽ sin 90/r² കിട്ടും. അപ്പോൾ അവിടുത്തെ വെക്ടർ എങ്ങനെയായിരിക്കും, ഈ രണ്ട് വെക്ടർ ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ, അതായത് അതും എങ്ങനെയാണ് ഔട്ട് ഓഫ് ദി ബോർഡ് തന്നെയാണ് വരുന്നത്. അതായത് ആർ വെക്ടറിനും DL വെക്ടറും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇത് രണ്ടും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് വരുന്നത്, അടുത്ത DB, അതായത് ഈ CLലെ DL എലമെന്റിന് സിമിലർ ആയിട്ട് ഇവിടെയും നമുക്ക് എന്ത് കിട്ടും, മറ്റൊരു DL എലമെന്റ് കിട്ടും. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഇതിന് ഇതേപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷൻ വരും നമുക്ക്, അല്ലേ? അതായത് ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ എന്താണ്, ഫൈ ആണ്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, മേളത്തെ കൂട്ടി രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഫൈ ഉള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ DB കോസ് ഫൈയും, ഫൈ ഇല്ലാത്ത കമ്പോണന്റ് എന്താണ്, DB സൈൻ ഫൈയും വരും. അപ്പോൾ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക, അതിനെ കുറേ DL ലെങ്തുള്ള എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഫസ്റ്റ് ഒരു DL എലമെന്റ് കൺസിഡർ ചെയ്തിട്ട് അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ബയോട്ട് സാവാർട്ട് ലോ വെച്ചിട്ട് കണ്ടുപിടിച്ചു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഇവിടെ ഒരു നോർമൽ വരച്ചിട്ട് അതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്ത് അതേപോലെ സിക്ക് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എടുത്തിട്ട് അവിടെ നിന്നും ഏതിന്റെ വാല്യൂ, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നോക്കിക്കേ, ഒന്ന് y ഡയറക്ഷനിലും മറ്റേത് y ഡാഷ് ഡയറക്ഷനിലും. അപ്പോൾ y കമ്പോണന്റ് അല്ലെങ്കിൽ കോസ് കമ്പോണന്റ് അവിടെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. പിന്നീട് നമുക്ക് നെറ്റ് റിസൾട്ട് തരുന്നത് ഏത് കമ്പോണന്റ് ആണ്, നമ്മുടെ സൈൻ കമ്പോണൻസ് അല്ലേ. അപ്പോൾ നെറ്റ്, അതായത് C ആൻഡ് D, അതായത് എ പെയർ ഓഫ് എലമെന്റ് C ആൻഡ് D മൂലം, അതായത് DL ലെങ്ത് ഉള്ള ഒരു പെയർ ഓഫ് എലമെന്റ് സിയും ഡിയും മൂലമുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്, 2dB sin phi എന്ന് കിട്ടും, അല്ലയോ? 2dB sin phi. കാരണം എന്താണ്, അതിന്റെ കോസ് കമ്പോണന്റ് എല്ലാം ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഏത് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, സൈൻ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടി, 2dB sin phi എന്ന് കിട്ടി. ഇപ്പോൾ ഇതേപോലെ DL ലെങ്ത് ഉള്ള ഒരു പെയറിനെ C ആൻഡ് D മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തത്. അങ്ങനെയുള്ള ഒരു പെയർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഒരുപാട് പെയർ ഓഫ് എലമെന്റ്സ് കാണത്തില്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് നമ്മൾ കണ്ടുപിടിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് പെയർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതൊരു സർക്കുലർ ലൂപ്പാണ് ഹാവിങ് റേഡിയസ് A. അപ്പോൾ അതിന്റെ ടോട്ടൽ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ സർക്കംഫറൻസ് അറിയണം. A ആണ് അതിന്റെ റേഡിയസ് എങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എത്രയായിരിക്കും, 2πA ആണ്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, സിയും ഡിയും പോലുള്ള എത്ര എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ സിയുടെ ലെങ്ത് DL, ഡിയുടെ ലെങ്തും DL, അങ്ങനെ ടോട്ടൽ ലെങ്ത് എത്ര വരും, 2DL ലെങ്ത് ഉള്ള, അതായത് DL പെയർ എത്ര ഉണ്ടെന്ന്. അപ്പോൾ 2DL, ടോട്ടൽ ലെങ്ത് 2πA. അതേപോലെ എത്ര പെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 2DL. ടോട്ടൽ ലെങ്ത് 2πA, അതിൽ നിന്ന് 2DL വെച്ച് എത്ര എണ്ണം കിട്ടും. അപ്പോൾ എത്ര കിട്ടും, πA ഡിവൈഡഡ് ബൈ DL എന്ന് കിട്ടും. πA ഡിവൈഡഡ് ബൈ DL എന്ന് കിട്ടും നമുക്ക്, അല്ലയോ? അപ്പോൾ ടോട്ടൽ നമ്പർ πA/DL എന്ന് കിട്ടും. ഇനി അതേപോലെ ഇവിടുന്ന് നമുക്ക് ഈ ഇക്വേഷൻ അത് സൈൻ ഫൈയുടെ വാല്യൂ എടുക്കണം. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് സൈൻ ഫൈ എത്ര വരും, സൈൻ ഫൈ ഈക്വൽ ടു എത്ര എന്ന് വരും, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്യുമ്പോൾ A/R വരും. ഏതിൻ്റെ വാല്യൂ, സൈൻ ഫൈയുടെ വാല്യൂ. അപ്പോൾ ടോട്ടൽ നമ്പറും സൈൻ ഫൈയുടെ വാല്യൂയും പിന്നെ അതേപോലെ DB എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, DL എലമെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് DB എത്രയായിരുന്നു, μ0/4π IDL/R² ആയിരുന്നു. അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് എന്ത് ചെയ്യണം, ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് വരുന്നത്, B ഈക്വൽ ടു, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B ഈക്വൽ ടു 2 ഇൻറ്റു DBക്ക് പകരം μ0/4π IDL/R² ഇൻറ്റു സൈൻ ഫൈക്ക് പകരം A/R. ഇനി ഇതേപോലുള്ള എത്ര പെയർ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, ഒരു പെയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇത്. അങ്ങനെ എത്ര പെയർ ഉണ്ട്, πA/DL പെയർ ഉണ്ട്, πA/DL പെയർ ഉണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരും. അതായത് B ഈക്വൽ ടു ഏതൊക്കെ ക്യാൻസൽ ആയിപ്പോവും, DLും ക്യാൻസൽ ആയിപ്പോവും, ഇല്ലയോ? ഒരു 2ഉം 4 കൂടെ ബാക്കി 2 വരും. പിന്നെ ഒരു പൈയും കൂടെ ക്യാൻസൽ ആവും. ഇത് πA ആണ്, പൈയും കൂടെ ക്യാൻസൽ ആവും. ബാക്കി എത്രയുണ്ട്, μ0 ആയി. അതിൻ്റെ ഒരു എയും കൂടെ A² ഡിവൈഡഡ് ബൈ
2r³ എന്ന് കിട്ടും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. B = μ0I_a²/2r³. ഇനി ആറിന് തന്നെ നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എങ്ങനെയാ? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ആർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ r² എന്തെന്ന് എഴുതാം? √(x²+a² എന്ന് കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ x²+a²⁴1/2 എന്ന് കൊടുക്കാം. ആ വാല്യൂ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബിയുടെ വാല്യൂ എത്ര കിട്ടും? B = μ0I_a²/x²+a² ഇവിടെ (3) ആണ്. (1/2) കൂടെ ആകുമ്പോൾ (3/2) എന്ന് വരും. അപ്പോൾ B = μ0I_a²/2 2x²+a² ആണ്. ഈ 2 ഇവിടെ വരും. 2x²+a²⁴3/2. ഇനി ഈ കോയിലിന് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഇക്വേഷനകത്ത് ഏതും കൂടെ വരും? n-ന്റെ ടേംസും കൂടെ വരും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും? B = μ0NI_a²/2 x²+a²⁴3/2 എന്ന് വരും. ഇതാണ് ഒരു സർക്കുലാർ കോയിൽ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പാണ് നമ്മൾ ചെയ്തത്. അതിനായിട്ട് ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് എടുത്തു. അതിന്റെ സെന്ററിൽ നിന്ന് x ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് P. എന്നിട്ട് നമുക്ക് ലൂപ്പിനെ ചെറിയ ചെറിയ dl ലെങ്തുള്ള എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലൊരു സ്മാൾ എലമെന്റ് സിയിൽ കൺസിഡർ ചെയ്തു. അപ്പോൾ അവിടെ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് P. dl മൂലം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബയോട്ട് സാവാർട്ട് ലോ വെച്ചിട്ട് എഴുതി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. ഇതിന് നേരെ ഡയമട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എടുത്തു. അവിടുത്തെയും ഫീൽഡ് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടുത്തെ കോസ് കമ്പോണന്റ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് സൈൻ കമ്പോണന്റ് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ് വാല്യൂ കിട്ടി. അപ്പോൾ അവിടുത്തെ DBയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. സൈൻ ഫൈയുടെ വാല്യൂ ഈ റൈറ്റ് ആംഗുലർ ട്രയാംഗിളിൽ നിന്ന് കണ്ടുപിടിച്ചു. ഇനി CD എന്ന് പറഞ്ഞാൽ ഒരു പെയർ മൂലം ഉള്ളതാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ എത്ര പെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽ സർക്കംഫറൻസിനെ 2dl കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? B = μ0NI_a²/x²+a²⁴3/2. ഇനി നമ്മൾ പറയുകയാണ്, ഈ P എന്ന് പറയുന്ന പോയിന്റ് സർക്കുലർ കോയിലിന്റെ സെന്ററിലാണെങ്കിൽ, P എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഓൺ ദ സെന്റർ ഓഫ് ദ സർക്കുലർ കോയിൽ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിപ്പോ? x = 0 ആകും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? B = μ0NI_a²/x ന് പകരം 0 കൊടുക്കുമ്പോൾ ബാക്കി എത്ര ഇടും? 2 × a²3/2. 2 പോയിട്ട് ബാക്കി a³ അതായത് μ0NI_a²/2a³. ഒരു a² a³ കൂടെ പോകുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? μ0NI/2a ആയിരിക്കും. അപ്പോൾ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ കോയിൽ ആകുമ്പോഴത്തേക്ക് എക്സിന്റെ വാല്യൂ 0 ആകും. ആ വാല്യൂ ഏതിനകത്ത് കൊടുക്കണം? നമ്മുടെ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ B = എത്ര കിട്ടും? μ0NI/2a എന്ന് കിട്ടും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ സെന്റർ ഓഫ് എ സർക്കുലർ ലൂപ്പ്. ഇനി അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോർ എ കറന്റ് ലൂപ്പ്. ഒരു കറന്റ് ലൂപ്പിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തരുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഒരു സർക്കുലർ കറന്റ് ലൂപ്പ് ആണെങ്കിൽ ആ കറന്റ് ലൂപ്പിന്റെ ഡയറക്ഷനിലേക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ഇപ്പം ഈ ഡയറക്ഷനിലല്ലേ കറന്റ് ഫ്ലോ ചെയ്ത്, ആ കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ നമ്മുടെ തമ്പ് ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ആ ഡയറക്ഷൻ ആയിരിക്കും ഏതിന്റെ ഡയറക്ഷൻ തരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൽ. എന്താ പറഞ്ഞത്? കേൾ ദ പാം ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. അതായത് കറന്റിന്റെ ഡയറക്ഷനിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ എന്ത് ചെയ്യുക? ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ തമ്പ് ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ആ തമ്പാണ് ഏതിന്റെ ഡയറക്ഷൻ തരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ വന്നത്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് വരച്ചിരുന്നു? അപ്വേർഡായിട്ട് വരച്ചിരുന്നു. ഇനി നേരെ തിരിച്ച് കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? Curl the palm of your right hand in the direction of current, then the thumb will gives the direction of magnetic field. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ എങ്കിൽ തമ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? താഴേക്ക്. ഇങ്ങനെയാണെങ്കിൽ തമ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലേക്ക്. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനി അടുത്തത്
ഇന്ന് നമ്മൾ പഠിച്ച സർക്കുലർ കറന്റ് ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. കൺസിഡർ എ ടൈറ്റ്ലി wound 100 turns coil of radius 10 centimeter carrying a current of 1 ampere. What is the magnitude of the magnetic field at the center of the coil? അപ്പം നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് പ്രോബ്ലം ആണ്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എത്രയാണ്? B = μ0 Ni ഡിവൈഡഡ് ബൈ 2a. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്ററിൽ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇത് ഈ പ്രോബ്ലം ഹോംവർക്ക് ചെയ്യുക. അടുത്തത് ആംപിയേഴ്സ് സർക്യൂട്ട് അല്ല. ആംപിയേഴ്സ് സർക്യൂട്ട് അല്ല പറയുന്നതെന്ന് വെച്ചാൽ ദ ലൈൻ, ഇതിപ്പോൾ ഒരു സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. അതിന് ചുറ്റും നമ്മളൊരു ആംപീരിയർ ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ആംപിയേഴ്സ് സർക്യൂട്ട് അല്ല പറയുന്നത് വെച്ചാൽ ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത്, ഒരു ക്ലോസ്ഡ് പാത്തിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ. അത് നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dl, the line integral of magnetic field over a closed path എന്ന് പറയുന്നത് is equal to μ0 times the total current enclosed by the path. μ0 times the total current enclosed by the path. ഇതാണ് ആംപിയേഴ്സ് സർക്യൂട്ട് അല്ല, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണിത്. എന്താണ് ആംപിയേഴ്സ് സർക്യൂട്ട് അല്ല പറയുന്നത്? ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ഇതേപോലൊരു ലോ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? ഗോസസ് ലോ എന്ന് പറഞ്ഞിട്ട്. അവിടെ ലൈൻ ഇൻ്റഗ്രൽ അല്ല, സർഫസ് ഇൻ്റഗ്രൽ ആണ്. അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E dot ds. അതിനെയാണ് നമ്മൾ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത്. ഏത് നീക്കലാണ്? 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ഗോസസ് ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അതേപോലെ ഇവിടെ വരുന്ന മറ്റൊരു ലോ ആണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്താ പറയുന്നത്? ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറന്റ് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. അടുത്ത ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. അതിൽ ഒന്നാമത്തതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. അപ്പോൾ XY എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. അപ്പോൾ നമ്മൾ ഗോസസ് ലോ വെച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏത് വെച്ചിട്ടാണോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്, അല്ല ഏത് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ അതിലൂടെയുള്ള ഒരു ഗോഷ്യൻ കർവ് നമ്മൾ കൺസിഡർ ചെയ്ത്. അതേപോലെ ഇവിടെ നമുക്കിപ്പോൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലുള്ള പോയിന്റ് ആണ് P എങ്കിൽ Pയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ XY എന്ന് പറയുന്ന സ്ട്രെയിറ്റ് കണ്ടക്ടർ മൂലം P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? Pയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആംപീരിയർ ലൂപ്പ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആംപിയർ സർക്യൂട്ട് അല്ല അപ്ലൈ. ആംപിയർ സർക്യൂട്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dl അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dl നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ μ0 ടൈംസ് I ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് I ആണെങ്കിൽ μ0 I ആണല്ലോ ഏതിൻ്റെ ഇക്വേഷൻ? ആംപിയർ സർക്യൂട്ടിൽ. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dl നെ ഡോട്ട് പ്രോഡക്റ്റ് മാറ്റുമ്പോൾ BdL cos θ എന്ന് എഴുതാം അല്ലയോ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ബിയും DLും തമ്മിലുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കണം. നമ്മൾ സർക്കുലർ ലൂപ്പിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, കേൾ ദ പാം ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ദെൻ ദ തമ്പ് വിൽ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനൊക്കെ. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് വെച്ച് നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അതേ പോയിന്റിൽ തന്നെയുള്ള ലൈൻ എലമെന്റിന്റെ DLന്റെ ഡയറക്ഷൻ നോക്കിയാൽ എങ്ങോട്ട് വരും? അപ്വേർഡ് ഡയറക്ഷൻ വരും. അപ്പോൾ രണ്ടും Bയും DLും എങ്ങോട്ടാണ്? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അപ്പോൾ θ ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ cos 0 എത്ര വരും? 1 വരും അല്ലയോ. അപ്പോൾ എന്ത് കിട്ടും? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ BdL എന്ന് കിട്ടും. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ B ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DL. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്ലോസ്ഡ് ലൂപ്പിന്റെ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഈ ക്ലോസ്ഡ് ലൂപ്പിന്റെ റേഡിയസ് R ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ലെങ്ത് എന്നാണ് അതിന്റെ സർക്കംഫറൻസ് അല്ലേ. അപ്പോൾ എത്ര കിട്ടും? B ഇൻറ്റു 2πr കിട്ടും. ആംപിയർ സർക്യൂട്ടൽ ലോ അനുസരിച്ച് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dl എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? μ0 ടൈംസ് ദ ടോട്ടൽ കറന്റ്. ഇവിടെ ടോട്ടൽ കറന്റ് എത്രയാണ്? കറന്റ് ക്യാരിങ് കണ്ടക്ടറിലൂടെയുള്ള I. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dlന്റെ വാല്യൂ എത്രയാണ്? B ഇൻറ്റു 2πr. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ എത്ര കിട്ടി? B ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πr എന്ന്
കിട്ടും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ കൺസിഡർ ചെയ്യുക, അതിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലുള്ള പോയിന്റ് ആണ് പി. അപ്പോൾ പി ഉൾപ്പെടുന്ന ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്ത് ആ ലൂപ്പിൽ ബിയുടെയും ഡി എല്ലിൻ്റെയും ഡയറക്ഷൻ നോക്കുമ്പോൾ രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ ടോട്ടൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ആ ആംബീരിയൻ ലൂപ്പിന്റെ സർക്കംഫറൻസ് ആണ്. അത് എത്രയാണ്? 2πr ആണ്. അതെന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വലാണ്? മ്യൂ0 ടൈംസ് ഐക്ക് ഈക്വലാണ്. അതേപോലെ ബി ഈക്വൽ ടു മ്യൂ0 ഐ ബൈ 2πr എന്ന് കിട്ടും. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇസ് എ ലോങ് ഇൻസുലേറ്റഡ് വയർ wound in the form of a helix. അതായത് ഒരു ഹെലിക്കൽ ഫോമിൽ വൗണ്ട് ചെയ്തേക്കുന്നത്. വലിയ വയർ എടുത്തിട്ട് ഹെലിക്സിന്റെ ഫോമിൽ നമ്മൾ എന്ത് ചെയ്തേക്കണം? വൈൻഡ് ചെയ്തേക്കുകയാണ്. അവിടെ നെയ്ബറിംഗ് ടേൺസിന്റെ പ്രത്യേകത എന്താണ്? ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ് ആണ്. വേർ ദ നെയ്ബറിംഗ് ടേൺസ് എങ്ങനെയാണ്? ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. എപ്പോഴാണ് ഈ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്ത് അപ്പോൾ അത് എന്തുപോലെ ബിഹേവ് ചെയ്യും? ഒരു ബാർ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സോളിനോയിഡിന്റെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. കാരണം ഔട്ട് സൈഡ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലോങ് സോളിനോയിഡ് ആണെങ്കിൽ ഔട്ട് സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിയർലി 0 ആയിരിക്കും. കാരണം അവിടെ എന്തില്ല? അതായത് മാഗ്നറ്റിക് എഫക്റ്റ് വരുന്നത് സോളിനോയിഡിനകത്തല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ല ഔട്ട്സൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എപ്പോഴും നിയർലി ഈക്വൽ ടു 0 ആയിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതായത് സോളിനോയിഡിന്റെ ആക്സിസ് ആണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ പാംസ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് കിട്ടും? അതിന്റെ ആക്സിയൽ ലൈനിൽ തന്നെ കിട്ടും. അതായത് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്ത ഡയറക്ഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫിംഗേഴ്സ് റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ തമ്പിന്റെ ഡയറക്ഷനാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരുന്നത്. അപ്പോൾ സോളിനോയിഡിന്റെ കേസ് അതിന്റെ ആക്സിസിന് പാരലായിട്ട് തന്നെയാണ് ആരുടെ ഡയറക്ഷൻ വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സോളിനോയിഡിന് ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു റെക്ടാങ്കുലർ ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു ABCD. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഓരോ സെക്ഷനിലെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് എ ബിയിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? എ ബിയിലെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കണം, ബി സിയിലെ കണ്ടുപിടിക്കണം, സി ഡിയിലെ കണ്ടുപിടിക്കണം, ഡി എയിലെ കണ്ടുപിടിക്കണം. അപ്പോൾ ക്ലോസ്ഡ് എന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ടോട്ടൽ ബി ഡോട്ട് ഡി എല്ലിന്റെ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കണം, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ടു സി ബി ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കണം, പ്ലസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ C to D B dot dl plus closed integral D to A B dot dl കണ്ടുപിടിക്കണം. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ A to B B dot dl ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡി എല്ലിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ തന്നെ. അപ്പോൾ അവിടെ തീറ്റയുടെ വാല്യൂ എന്താണ്? തീറ്റ ഈക്വൽ ടു 0 ആണ്. ഇനി ബി ടു സി ആകുമ്പോഴോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ബി സിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പോൾ അതെങ്ങനെയാണ്? പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി സി ടു ഡി ആകുമ്പോഴത്തേക്ക് ഇത് എവിടെയാണ്? ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈക്വൽ ടു 0 ആണ്. ഇനി ഡി ടു എ ആകുമ്പോഴോ ബിയും ഡി എല്ലും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി വരും. അപ്പോൾ തീറ്റ 90 ഡിഗ്രി വരുന്നിടത്തെല്ലാം കോസ് 90യുടെ വാല്യൂ എന്തായിപ്പോവും? 0 ആയിപ്പോവും. ഇവിടെയും 0 ആയിപ്പോവും. അപ്പോൾ ഈ 3 ഇന്റഗ്രലും എങ്ങനെ ആയിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ സോളിനോയിഡ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു റെക്ടാങ്കുലർ ആംബീരിയൻ ലൂപ്പ് എടുത്തിട്ട് ഓരോ സെക്ഷനിലെയും ബി ഡോട്ട് ഡി എൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഓരോരുത്തരുടെയും ബിയുടെയും ഡി എല്ലിന്റെയും ഡയറക്ഷൻ നോക്കിയപ്പോൾ ആദ്യത്തെ അടുത്ത് രണ്ടും പാരലൽ, അടുത്തടുത്ത് പെർപെൻഡിക്കുലർ. അതിൻ്റെ അടുത്തടുത്ത് നോക്കിയപ്പോൾ എങ്ങനെയാണ്? ബി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ആൻഡ് 0 ആണ്. ലോങ് സോളിനോയിഡ്സിന്റെ കേസിൽ ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ക്ലോസ്ഡ് ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ കോസ് 0 എത്രയാണ്? 1 ഈക്വൽ ടു എത്രയാണ് നമ്മൾ എഴുതുന്നത്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ0 ടൈംസ് ടോട്ടൽ കറന്റ് ഐ ആണെങ്കിൽ ഐ മ്യൂ0 ടൈംസ് ഐ. ഇനി ഈ സോളിനോയിഡിന് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? മ്യൂ0 ഐ n എന്ന് എഴുതാം. ഇനി ബി ഇൻറ്റു ക്ലോസ്ഡ് ഇന്റഗ്രൽ എ ടു ബിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ എ ബിയുടെ ലെങ്ത്, അതായത് ലെങ്ത് ഓഫ് ദി സോളിനോയിഡ്. അപ്പോൾ ഇത് എത്ര കിട്ടും? ബി ഇൻറ്റു എൽ ഈക്വൽ ടു മ്യൂ0 എൻ ഐ എന്ന് എഴുതാം. അല്ലെങ്കിൽ ബി ഈക്വൽ ടു മ്യൂ0 എൻ ഐ ബൈ എൽ, വേർ
നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് n/L ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. therefore b ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, μ0 സ്മോൾ ലെറ്റർ ni, അതായത് n ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇനി അടുത്തത് ടോറോയിഡ്. ടോറോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ സോളിനോയിഡ് കണ്ടില്ലേ, ഒരു ലോങ് ഇൻസുലേറ്റിംഗ് വയർ സ്ട്രെച്ച് ചെയ്ത് ചെയ്യാം. അതിനെ നമ്മളൊരു റിങ്ങിൻ്റെ ഫോമിൽ, ഒരു ഹോളോ റിങ്ങിൻ്റെ ഫോമിലാക്കി കഴിഞ്ഞാൽ അതാണ് ടോറോയിഡ്. അപ്പോൾ ടോറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഹോളോ സർക്കുലർ റിങ് ആണ്. സോളിനോയിഡിന്റെ കേസ് പറഞ്ഞ തൊട്ട് തന്നെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ടേൺസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി സ്പേസ്ഡ് ആണ് ടോറോയിഡിൽ. അതൊരു ഹോളോ റിങ്ങിന്റെ ഫോമിൽ ആക്കി വെച്ചേക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 റീജിയൻ കൺസിഡർ ചെയ്യണം. ആ റിങ്ങിനകത്തൊരു സർക്കുലാർ ലൂപ്പ്, ആ റിങ്ങിലൂടെ ഒരു സർക്കുലാർ ലൂപ്പ്, റിങ്ങിന് വെളിയിൽ ഒരു സർക്കുലാർ ലൂപ്പ്. അപ്പോൾ C1 എന്ന് പറയുന്ന ആംബീരിയർ ലൂപ്പ് കൺസിഡർ ചെയ്യണം, C2 കൺസിഡർ ചെയ്യണം, C3 കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ C1 നോക്കിക്കുക, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഹോളോ റിങ്ങിനകത്തുള്ള റീജിയനിൽ. അപ്പൊ റിങ്ങിനകം എന്ന് പറഞ്ഞാൽ ഹോളോ റിങ് ആണ്. അപ്പൊ അവിടെ ഏതെങ്കിലും കറണ്ട് ഉണ്ടോ? ഇല്ല. ഈ കറണ്ടിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇനി അതേപോലെ ഔട്ട്സൈഡ് C3 നോക്കിക്കേ, ഈ ടോറോയിഡിലെ കറണ്ട് എൻട്രി ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്, പുറത്തേക്ക് പോകുന്ന ഡയറക്ഷൻ ഇതാണ്. അപ്പൊ ഈ കറണ്ട് അങ്ങോട്ടേക്ക് പോയി, എൻട്രി ചെയ്യുന്ന കറണ്ടും ലീവ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ടോട്ടൽ കറണ്ട് എത്രയായിപ്പോ, ഇവിടെ 0 ആയിപ്പോ. നെറ്റ് കറണ്ട് 0 ആയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും 0 ആവത്തില്ല. അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0 ടൈംസ് I 0 ആയി കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്തായി പോവും, 0 ആയി പോകും. അപ്പോൾ C1ലും C3ലും മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0 ആണ്. C1 0 ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഹോളോ റിങ്ങിനകത്തുള്ള റീജിയൻ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് എലമെന്റും ഇല്ല. അപ്പോൾ ഐയുടെ വാല്യൂ 0, അതുകൊണ്ട് ബിയുടെ വാല്യൂ 0. എന്നാൽ C3യിലെ കറണ്ട് എലമെന്റ് ഉണ്ട്, പക്ഷെ എൻട്രി ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും രണ്ട് ഡയറക്ഷൻ ആയതുകൊണ്ട് നെറ്റ് കറണ്ട് എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ എവിടെ മാത്രമേ ഇതിന് വാല്യൂ ഉള്ളൂ, C2 എന്ന് പറയുന്ന റീജിയനിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ ആ C2 എന്ന് പറയുന്ന സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ആണ് R2 എങ്കിൽ നമുക്ക് എന്തോന്ന് എഴുതാം, ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ഈക്വൽ ടു n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ μ0 ni എന്ന് എഴുതാം. അതായത് ആ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. അല്ലെങ്കിൽ B ഇൻറ്റു ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സർക്കുലർ ലൂപ്പിന്റെ ബിയും DL ഇവിടെ പാരലാണ്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കുലർ ലൂപ്പിന്റെ സർക്കംഫറൻസ് R2 ആണ് റേഡിയസ് എങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, 2πr2 സർക്കംഫറൻസ് ഈക്വൽ ടു μ0 ni. അല്ലെങ്കിൽ B ഈക്വൽ ടു μ0 ക്യാപിറ്റൽ Ni ഡിവൈഡഡ് ബൈ 2πr2. ഇനി ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, സ്മാൾ n ഈക്വൽ ടു ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ 2πr2. അപ്പോൾ B ഈക്വൽ ടു എത്ര കിട്ടും, μ0 ni തന്നെ, സോളിനോയിഡിന്റെ ഇക്വേഷൻ തന്നെ. പക്ഷേ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അവിടെയാണെങ്കിലോ n ഈക്വൽ ടു ക്യാപിറ്റൽ N/L ആണെങ്കിൽ, ടോറോയിഡിന്റെ കേസിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് n/സർക്കംഫറൻസ് ഓഫ് ദി സർക്കുലർ ലൂപ്പ് ആയിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത്.